നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 വരവേറ്റ് ലോകം ആഘോഷത്തിന്റെ പൂത്തിരി കത്തിച്ചപ്പോൾ ഗാസയുടെ ആകാശത്ത് വിരിഞ്ഞത് ബോംബ് സ്ഫോടനങ്ങളുടെ അഗ്നിഗോളങ്ങൾ. പുതുവർഷത്തിലും ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇടവേളയുണ്ടായില്ല. പലസ്തീന്റെ 2023 അവസാനിച്ചതും 2024 തുടങ്ങിയതും ആഘോഷമില്ലാതെയാണ്. ഭക്ഷണത്തിനും വെള്ളത്തിനും തലചായ്ക്കാനിടവുമാണ് പലസ്തീനിലെ ജനങ്ങളുടെ ആകെയുള്ള ചിന്ത. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പലായനം ചെയ്യേണ്ടി വന്നവർ റാഫ അതിർത്തിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇവർ തെരുവിൽ ഉറങ്ങുന്നു, തെരുവിൽ ഉണരുന്നു. മരവിപ്പിക്കുന്ന തണുപ്പിലും മറ്റ് അഭയമില്ല. കമ്പിളി പൊതുപ്പുകളും കുറച്ചു പാത്രങ്ങളും മാത്രമാണ് ഇന്ന് പലരുടെയും ആകെയുള്ള സമ്പാദ്യം. ഉപേക്ഷിച്ചു പോരേണ്ടി വന്ന ജീവിതത്തെക്കുറിച്ച് നിറകണ്ണുകളോടെ ഓർക്കുന്നുണ്ടവർ. തകർന്ന വീടുകളിലേക്ക് തിരിഞ്ഞു പോകാനെങ്കിലും കഴിഞ്ഞാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നു പലരും. പഴയതുപോലൊരു ജീവിതം സ്വപ്നം കാണുന്നുണ്ട് മറ്റു ചിലർ. കുട്ടികൾ പേടിയില്ലാതെ ഓടിക്കളിക്കുന്ന സ്വന്തം വീടുകളിൽ താമസിക്കാനാകുന്ന ഒരു നല്ല വർഷം ഉണ്ടാകണേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പലസ്തീനിലെ ഏറിയ പങ്കും ആളുകളും 2024 ഗാസ സംഘർഷം ഗുരുതരമായി തുടരുമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മുന്നറിയിപ്പ്. ഗാസയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാകിസ്ഥാനും ഷാർജയും പുതുവർഷാഘോഷങ്ങൾ നിരോധിച്ചിരുന്നു. സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഫ്രാൻസ്. കഴിഞ്ഞ 24 മണിക്കൂറിലുണ്ടായ ആക്രമണത്തിൽ 100ഓളം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായുള്ള ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ ഏറ്റവും ഭീകരമായ ഘട്ടമായിരുന്നു ഒക്ടോബർ 7 ആരംഭിച്ചത്. ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധങ്ങളെയും മറികടന്ന ഹമാസ് നടത്തിയ ആക്രമണമായിരുന്നു ഇത്തവണ തുടക്കം. ഓപ്പറേഷൻ അൽ-അക്സ ഫ്ലഡ് എന്ന ഹമാസ് പേരിട്ട് നൂറുകണക്കിന് ഹമാസ് പ്രവർത്തകർ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറിയാണ് ആക്രമണം നടത്തിയത്. എന്നാൽ ഇതിന് പ്രത്യാക്രമണമായി ഇസ്രായേൽ നടത്തിയ യുദ്ധം മനുഷ്യത്വ വിരുദ്ധമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. വ്യോമാക്രമണത്തിൽ തുടങ്ങിയ ഇസ്രായേലിലെ ആക്രമണങ്ങൾ പിന്നീട് കരയാക്രമണത്തിലേക്ക് കടന്നു. നവജാത ശിശുക്കളെയോ ഗർഭിണികളെയോ വെറുതെ വിടാതെയുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേൽ ഗാസയിലെ ആശുപത്രികളെയും അഭയാർത്ഥി ക്യാമ്പുകളെയും വെറുതെ വിട്ടില്ല. ഗാസയിലെ അൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഗാസ മുനമ്പിലെ മധ്യമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്യാമ്പ് വടക്കൻ ഗാസയിലെ അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കവെയായിരുന്നു ഇസ്രായേലിന്റെ ഈ കൊടും ക്രൂരത അരങ്ങേറിയത്. നേരത്തെ ജബലയ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 200-ലധികം ജീവനുകളും നഷ്ടമായി. സെൻട്രൽ ഗാസ മുനമ്പിലെ അൽ മഖാസി, അൽ ബുർജ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപവും രൂക്ഷമായ ആക്രമണം അരങ്ങേറി. ഗാസയിലെ പ്രധാന ആശുപത്രികളിൽ ഒന്നായ അൽ അഹ്ലി അറബ് ആശുപത്രി, അൽ ഷിഫ ഗാസയിൽ ഇന്തോനേഷ്യൻ ആശുപത്രി എന്നിവിടങ്ങളിലും സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു അരങ്ങേറിയത്. ഗാസയിൽ ഏകദേശം 203ഓളം ആശുപത്രികളും 352ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 3,13,000ഓളം റെസിഡൻഷ്യൽ യൂണിറ്റുകളും ആക്രമിക്കപ്പെട്ടു.